എടാ വീഡിയോ ഉണ്ട് കേട്ടോ. ഇഷ്ടായോ? പോടാ. എടാ സുഗീനുണ്ടോ? സുഗീന് ചോദിച്ചോക്ക്. ഇല്ല. 3 പഴംപൊരി. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാവിലത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ റഫീഖ ഇരുന്നിട്ടും കിടന്നിട്ടും നടന്നിട്ടും ഒക്കെ ഫുട്ബോൾ കളി കാണുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കളിയുള്ള ദിവസം എന്തായാലും ഇത് പതിവാണ് കേട്ടോ, ഇത് കാണണം. പിന്നെ ഉറക്കമൊഴിഞ്ഞിട്ട് അർദ്ധരാത്രിയുള്ള കളിക്കുക അങ്ങനെയൊന്നും കാണൂല കേട്ടോ. റഫീഖ് കാണുന്ന സമയത്ത് ഞാനും ഇരിക്കാറുണ്ട്. അർജൻറ്റീനൻ്റെയും ബ്രസീലിൻ്റെയും അങ്ങനത്തെ കളിയൊക്കെ ഫുള്ളായിട്ടുണ്ട് കാണും. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് അവരെ കളി മാത്രമേ വലിയ ഇഷ്ടമുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു നമ്മളെ കൂടെ ഇരിക്കുന്ന ആളിനൊരു ഹരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് കാണുകയുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ കുറേ സമയം അവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ ഗോളും എന്ത് ഗോളടിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇടയ്ക്ക് ഗോളടിക്കുമ്പോൾ നമ്മളിവിടുന്ന് ഞെട്ടിത്തരിച്ചും ആ രീതിയിൽ ചാടി എന്താ പറയുക കയ്യടിയും കൂക്കലും കാര്യങ്ങളൊക്കെ കേൾക്കട്ടോ ഒറ്റക്കാണെങ്കിലും. അങ്ങനെ അപ്പോൾ അത്ര നേരം എനിക്ക് കാണാനുള്ള ടൈമില്ല കേട്ടോ ഇന്ന്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം. റഫീക്ക് പിന്നെ അവിടെ നിന്ന് എണീറ്റ് വന്നാൽ നേരെ കുളിക്കലും ഓട്ടോ ആയിരിക്കും കേട്ടോ. പിന്നെ ടൈം ഉണ്ടാവില്ല, ഇപ്പം ഇരിക്കുന്നത് നോക്കണ്ട. അപ്പം ഞാൻ വേഗം എൻ്റെ പണികൾ തീർക്കട്ടെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കുറച്ച് തലച്ചോറും അതുപോലെ തന്നെ ബോട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പോത്തിൻ്റെ. അപ്പം ഇങ്ങനെ മഴയാകുമ്പോൾ നമുക്കൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫുഡിനോടൊക്കെ ഒരു ഇഷ്ടം വരില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും റഫീക്കും കൂടി ഇട്ടോ ചെയ്തത്, ഞാൻ മാത്രമല്ല. എനിക്ക് ചെറിയുള്ളി ഇട്ടാലും അതിൻ്റെ കൂടെ സവാളയും കൂടെ ഇടണം കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണം. ഒരു തലച്ചോറൊന്നും ശരിക്കും എവിടെ എത്തൂല കേട്ടോ. അപ്പോൾ ഞാൻ 2 സവാളയും കൂടെ എടുത്തിട്ടുണ്ട്, വലിയൊരു സവാള എടുത്തിട്ടുണ്ടേ. പിന്നെ ഇന്നലെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു വലിയ നമ്മൾ 2 കൈയും കൂടെ കൂട്ടിയല്ല അത്രയും എടുത്തിട്ടുണ്ട്. ശരിക്കും അത് നിങ്ങൾക്ക് അത് മാത്രം മതിയെങ്കിൽ അത് മാത്രം മതി കേട്ടോ. എനിക്ക് സവാളയും കൂടെ ഇടണം ശരിക്കും. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഒന്നും ഉണ്ടാക്കുമ്പോൾ സവാള ഇടൂല കേട്ടോ, ചെറിയുള്ളി മാത്രമാണ് ഇടുക. കുറച്ചധികം തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ തലച്ചോർക്ക് ഞാൻ ഇന്നലെ തന്നെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണ്ടേ, എന്നിട്ട് അതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ പതിവ് പോലെ തന്നെ കേട്ടോ, കുറച്ചൊന്ന് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, കല്ല് പോലെ ആയിട്ടില്ല. ഇനി ആ ഒരു രീതിയിലേക്ക് പോകും കേട്ടോ. നല്ല തണുപ്പാകുമ്പോൾ ഇപ്പം ഇങ്ങനെ നമുക്ക് കോരിയാൽ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളെ സവാള എത്രയാണോ സവാള വേണ്ട അത്ര ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയും കറിവേപ്പില. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ കമൻറ്റിൽ കാണും അയ്യേ തലച്ചോറിലേക്ക് സവാള ഇടരുന്നു. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ, അതിൻ്റെ ഒറിജിനൽ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ചെറിയ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ തന്നെയാണ് ഇടുക. പക്ഷെ എനിക്ക് ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റാണ്, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. പിന്നെ എനിക്കിഷ്ടമാണ് ഒരു ചെറിയ ക്വാണ്ടിറ്റി സവാള ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ ഐറ്റംസും ഇത്രയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം വലിയ ജീരകം ഇട്ട് കൊടുത്തേ, കുറച്ച് ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ വലിയ ജീരകം ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ. ഇനി അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇപ്പം ഞാനുണ്ടാക്കുന്ന ഒരു തലച്ചോറിൻ്റെ നമ്മുടെ ബ്രെയിൻ ഫ്രൈൻ്റെ ഒരു റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളെ സവാളയൊക്കെ ജസ്റ്റ്
ഒരുപാട് ആവണ്ട, നമ്മൾ കുക്ക് ചെയ്യാനുണ്ടല്ലോ ഇനി. ജസ്റ്റ് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ തലച്ചോറ് ക്ലീൻ ചെയ്തത് വലിയ അതിങ്ങനെ വലുതായിരിക്കുമല്ലോ, അത് ഞാനിങ്ങനെ ഭയങ്കര വലുതല്ല, അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തു. ഇനി അത് കുക്കായിട്ട് വന്നിട്ടാണ് നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം തന്നെ ആക്കിയിട്ട് കൊടുക്കണം, ഇങ്ങനെ അടുക്കി പിടിക്കുന്ന പോലെ ആയിപ്പോവും. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി ഞാനൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു ചെറിയൊരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ള. മല്ലിപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർ ചേർക്കും, ചിലർ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ്. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ അതങ്ങ് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പരിപാടി കേട്ടോ. ഇനി ഇത് കുക്കായിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരി, നൈസ് പത്തിരി കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് പൊടിയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊടിപ്പിച്ച് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് കഴുകി ഊറ്റിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വറുത്ത് വാങ്ങൂലേ, അങ്ങനെയാട്ടോ ചെയ്യുക. അപ്പോൾ ഞാനൊരു 10 കിലോ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഒരു പത്തിരി തിന്നാൻ, നൈസ് പത്തിരി തിന്നാനൊരു ആഗ്രഹം. അങ്ങനെ നമ്മൾ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1 കപ്പ് പത്തിരിപ്പൊടി ആയിട്ട് എടുത്തിട്ടുള്ളത്. അതന്നെ നമുക്ക് ധാരാളമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടും ഇതും കൂടെ ആകുമ്പോൾ ഡ്രൈ ആവും, നമുക്കൊരു സോഫ്റ്റ് ആ ഒരു ഇത് കിട്ടില്ല. പക്ഷേ പത്തിരീൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നൈസ് പത്തിരിയും അല്ലെങ്കിൽ സാധാ ദോശയല്ലേ, അതും ഈ തലച്ചോറും ആയിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും നമുക്കൊരു തിരക്കായിരിക്കുന്നു, കുറേ സമയം വേണം. അപ്പോൾ പിന്നെ എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുള്ളൂ. തലേദിവസം ആക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ പഴം പുഴുങ്ങുക, അങ്ങനത്തെയൊക്കെ പെരുന്നാളിലൊക്കെ ചെയ്യുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പണ്ട് മുതലേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മളെ വീട്ടിൽ എന്തായാലും ഇതുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാട്ടോ. നമ്മൾ ബീഫും കാര്യങ്ങളൊന്നും കഴിക്കില്ല, ഈ തലച്ചോറും ഇതുമാണ് കേട്ടോ കഴിക്കുക. നല്ല പോത്തിൻ്റെ, കാരണം പെരുന്നാളിന് പോത്ത് ഇറക്കുമല്ലോ, അപ്പോൾ നല്ല പോത്തിൻ്റെ തലച്ചോറിൻ്റെ നമുക്ക് കിട്ടുമല്ലോ. അതാണ് കേട്ടോ ആ ഒരു ദിവസം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഒരു തലച്ചോറ് വാങ്ങും, അതാണ് നല്ല അടിപൊളി. എന്തോ ഒരു നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ഓർത്ത് ചെയ്യുന്നൊരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പെരുന്നാളിലൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് നല്ല രസമാട്ടോ. അതൊരു ആ ഒരു പെരുന്നാൾ വൈബ് വരും. പക്ഷേ ഇത്തവണ ഞാൻ പെരുന്നാളിന് റഫിക്കാനോട് പറഞ്ഞു, നമുക്ക് പിന്നെ ബീഫൊക്കെ വാങ്ങുന്ന കൂട്ടത്തിലേ തലച്ചോറും വാങ്ങണേ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തന്നെ തലേദിവസം പറഞ്ഞു, വേണ്ട, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് ടൈം കിട്ടൂല, നമുക്ക് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഒരു ദിവസം വാങ്ങിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കാര്യം അതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് നല്ല തിരക്കായിരിക്കും പെരുന്നാളിനൊക്കെ. പ്രത്യേകിച്ച് ഇത് വീഡിയോ എടുത്ത് നടക്കണ്ടേ, അന്നത്തെ ദിവസം രാവിലെ പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു വീട്ടിൽ തിരക്കറിയാലോ, നമ്മളെ വീട്ടമ്മമാരുടെ തിരക്ക്. അപ്പോൾ അത് ഊഹിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കത് നല്ല മിസ്സിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അപ്പം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ സംഭവം ഇതെനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട്. പത്തിരി ഉണ്ടാക്കും, പിന്നെ നമ്മൾ സാധാ റൈസും റെസിപ്പി, അതായത് നമ്മൾ ഫങ്ഷൻ ഉണ്ടാക്കുന്ന പെരുന്നാളുണ്ടാക്കുന്ന ഫുഡൊക്കെ അതിൽ മാറ്റം വരും. ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പതിവ്. അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ ആ ആഗ്രഹമല്ല, എന്നാലും ചെറിയൊരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ. പത്തിരി നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രസ്സിൽ പരത്തിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് പ്രസ്സിൽ നല്ല നൈസായിട്ട് പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് പത്തിരി തന്നെയാണ് ഉണ്ടാവുക. പൊടി ആക്കിയിട്ട് പത്തിരി ഉണ്ടാക്കുന്നത്, പൊടി തട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് നമ്മൾ നോമ്പിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ ഞാൻ ഈ പത്തിരി തന്നെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയില്ല, ഫ്രിഡ്ജിൽ ഞാൻ സ്റ്റോർ ചെയ്യലുണ്ട് പത്തിരിന്ന്. ഇപ്പോൾ നാളെ എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊടി തട്ടിയ പത്തിരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കും. അതിന് വേണ്ടിയിട്ട് ആ പത്തിരി ഉണ്ടാക്കും. അല്ലാണ്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ പണ്ട് മുതൽ, ഞാൻ വരുന്ന സമയത്തെ ഇവിടെ ഇങ്ങനെ പ്രസ്സിൽ പരത്തിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരി തന്നെ ഉണ്ടാക്കുക കേട്ടോ. അതും എനിക്കും ആ ഒരു ശീലമാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ രാത്രിയിലെടുത്ത് കഴിക്കുകയാണെങ്കിലും പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്കൊന്ന് സംസാരിക്കുമ്പോൾ തൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ സംസാരത്തിൻ്റെ ഇടയിൽ, സോറി.
അപ്പം നമ്മളെ പത്തിരി ചുട്ട് കഴിഞ്ഞു. നമ്മളെ തലച്ചോറും ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വർക്ക് ഏരിയയിലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചതാണ് കേട്ടോ. ഈ അടുപ്പെല്ലാം കുറച്ചുകൂടെ ഫ്ലെയിം ഉണ്ടാവും, അപ്പോൾ അത്രയും വേണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുക്കായാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ലാസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. ഇങ്ങനെ ആ കഷ്ണം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കുന്നത്, അതിങ്ങനെ കോഴിമുട്ട പോലെ ഇങ്ങനെ ഫുൾ ഉടച്ചിങ്ങനെ മുട്ട പോലെ ആക്കി ചിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ച് കുറച്ച് അവിടെ ഒരു ചെറിയ ഒരു എന്താ പറയുക, നമ്മൾ ബീഫിൻ്റെ ഒക്കെ ഒരു പീസില്ലേ, കുറച്ച് വലിയ അങ്ങനത്തെ പീസുകൾ എനിക്ക് അവിടെ കിടക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ മൊത്തത്തിൽ വലിയ പീസും അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇനി എരിവും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. എരിവ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെത് എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ, ഉപ്പൊക്കെ. അപ്പോൾ അത് ഒന്ന് കുക്കായിട്ട് വന്നു, ഫ്ലെയിം ഓഫാക്കി, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അധിക സമയത്ത് വേവൊന്നുമില്ല, വേഗം തന്നെ അത് കുക്കായിട്ട് വരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ റഫീഖക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ചോറ് വെച്ചു. പിന്നെ നമ്മളെ പപ്പായ അല്ലേ, കർമൂസ്, നമ്മളെ കപ്പളങ്ങ എന്നൊക്കെ പറയും, കുറേ അധികം പേരുണ്ട് അല്ലേ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരം. അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിച്ച് ജസ്റ്റ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് വറവിട്ടെടുത്തു. പിന്നെ 2 വഴുതനയും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടെടുത്തു. അപ്പോൾ റഫീഖാൻ്റെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് രാത്രിയിൽ നമ്മൾ വെള്ളം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു അഗ്ലോണിമക്ക്. അപ്പോൾ അത് മഴ പെയ്തിട്ട് നനഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് പുറത്ത് വെച്ചതാ. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്ന് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ തന്നെ വെച്ചതാ കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ചു. മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഇട്ടു. ഇനി നമുക്ക് ചായ കുടിക്കാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ റഫീഖ കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെന്താ, വാവ ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ അങ്ങ് വീഡിയോ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതും കൂടെ പറയാം, ചിലപ്പം വിട്ടു പോകുന്നതാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കും. ഞാൻ ഇവിടെ നല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നിന്നുകൊണ്ടല്ല കഴിക്കുക, ജസ്റ്റ് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വിളമ്പി കഴിഞ്ഞിട്ട് അപ്പുറത്ത് ടേബിളിൻ്റെ മുകളിൽ അവിടെ പോയിട്ട് ചെയറിൽ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ കമൻറ്റിൽ കാണലുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, നമുക്കറിയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി റഫീഖ് ഇറങ്ങിയിട്ടുണ്ട്, കൂടെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ റഫീഖാൻ്റെ കൂടെ തന്നെ ഇറങ്ങിയാൽ എനിക്ക് ടൗണിൽ ഇറങ്ങാം. ടൗണിൽ തന്നെ വിട്ടിട്ട് റഫീഖ നേരെ ഡ്യൂട്ടിക്കാണ് കേട്ടോ പോകുന്നത്, ഞാൻ മാത്രമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ റഫീഖ് തന്നെ നെസ്റ്റോല്, നമ്മുടെ കൽപ്പറ്റയിലെ നെസ്റ്റോല് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ നെസ്റ്റോന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തനുവിൻ്റെയും ഹവ്വൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയും ശനിയും. അപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത്. വെള്ളിയും ശനിയും എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച തനുവിൻ്റെ ബർത്ത്ഡേ, ശനിയാഴ്ച അവർ ഇങ്ങനെ ഒറ്റ ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ശനിയാഴ്ച ഹവൻ്റെ ബർത്ത്ഡേ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് കുഞ്ഞുമൂന്നൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കേട്ടോ. അവർ രണ്ടാളും ഒരു ദിവസത്തെ വ്യത്യാസമാണുള്ളത്, തനും ഹവ്വയും തമ്മിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ആവേണ്ടതായിരുന്നു കേട്ടോ. ഹവ്വൻ്റെ പ്രസവം അന്ന് തന്നെ സെയിം ഡേറ്റിന് തന്നെ ആവേണ്ടതായിരുന്നു. പക്ഷേ ഹവ്വ ഒരു ദിവസം ഇങ്ങനെ പൊക്കിൾക്കുടി ചുറ്റുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിട്ടോ ഹവ്വ അതിനിടക്കൂടെ അതിന് പോയി. അതുകൊണ്ട് ഓള് ഒരു ദിവസം വൈകി. അങ്ങനെയാണ് പിറ്റേ ദിവസമായത്. അല്ലെങ്കിൽ സെയിം രണ്ടാളും ഒരു ദിവസം ആവുമായിരുന്നു. അങ്ങനെ ഞാൻ എന്താ വാങ്ങുക, കാരണം ഈ ഒരു കുട്ടികളുടെ ആ ഒരു ഇത് എനിക്ക് തിരിയില്ല കേട്ടോ. അവർ കണ്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഓർത്ത് വാങ്ങുകയാണ് ഞാൻ ചെയ്യുക. അവർക്ക് എന്താ വേണ്ടതെന്ന് തിരിയില്ല. അവരെ കൊണ്ടുവന്നാൽ പിന്നെ ഓക്കെ ആയിരുന്നു, അതിന് പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവമല്ലേ, ഞാൻ അവരെയും കൊണ്ട് ഒരു ദിവസം നെസ്റ്റോയിൽ വന്നപ്പോൾ ഇവരിത് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത്
ഒരു ദിവസം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് അതൊന്നും വേണ്ടാന്നുണ്ട് അവരെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്നേ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും ഒരു ദിവസം അത് വാങ്ങിക്കൊടുക്കാം. പിന്നെ നമ്മൾ വിട്ടുപോകുമല്ലോ, അങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ അതിൽ നിന്നാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്, ഞാൻ കാണിച്ചു തരാം. അത് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. മൂന്നാക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, തനുവിനും ഹവ്വക്കും മുഹമ്മദിനും വാങ്ങിയില്ലെങ്കിൽ അവിടെ കച്ചറായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും നോട്ട് പാഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അല്ലേ, അപ്പോൾ അതെന്തെങ്കിലും രണ്ടാക്കും വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കുകയാണേ. അവർ ബർത്ത്ഡേക്ക് നമ്മൾ ജാംജൂമിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അവർക്ക് സ്കൂളിലേക്ക് വേണ്ടതും അതുപോലെ തന്നെ ഈ ഹെയർ ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതെടുത്തോളാൻ പറയും കേട്ടോ. പക്ഷേ അത് വെറുതെ കേട്ടോ, കാര്യം ഇതിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് അത് കണക്കൂട്ടി വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് അങ്ങനത്തേതിനോടൊന്നും ഇപ്പോൾ താല്പര്യമില്ല. പണ്ടൊക്കെ നമ്മൾ ബർത്ത്ഡേ ആകുമ്പോൾ ഒരു ഡ്രസ്സ് അതൊക്കെയല്ലേ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഡ്രസ്സിനോടാണ് ഇപ്പോഴും എനിക്കൊക്കെ താല്പര്യം, അതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവർക്കൊന്നും അതല്ല കേട്ടോ, ഇവർക്കൊക്കെ ഇങ്ങനത്തെ ഈ ഒരു അൽക്കുലത്തെ സാധനങ്ങളില്ലേ ഇതിനോടാണ് ഇവർക്കൊക്കെ താല്പര്യം കേട്ടോ. ഫുഡ് ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഫുഡ് വാങ്ങരുതേ അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങരുതേ അങ്ങനെ പറയാം. അപ്പോൾ അവരെ ഇഷ്ടം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് താഴത്തെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ ഗിഫ്റ്റ് ഒന്ന് ആ ഒരു പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധനം വേഗം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധിക സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലത്തെ ഒരു ടൈം ആയതുകൊണ്ട് അവർക്കെന്തോ തിരക്കായിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരു സഞ്ചി നിറയെ സാധനം വാങ്ങിയിട്ടാ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൽപ്പറ്റയിൽ നിന്ന് ചുണ്ട വരെ വന്നത് ബസ്സിലാണ് കേട്ടോ. ബസ്സിന് കയറി പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിക്കലുണ്ട് ജംഷിക്ക് ഡ്രൈവിങ് അറിയില്ലേ, പഠിച്ചുകൂടെ എന്നൊക്കെ. അപ്പം ഞാൻ പഠിച്ചതാണ് കേട്ടോ, ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കാനായിട്ട് ഉണ്ട്. അതൊന്ന് ഇൻഷാല്ലാ അത് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പൂമോള് കുറച്ചായിട്ടല്ലേ ഉള്ളൂ പഠിക്കാൻ പോയിട്ട്, 2 മാസം 3 മാസമൊക്കെ ആയിട്ടുള്ളൂ പഠിക്കാൻ പോയിട്ട്. പക്ഷെ പഠിച്ച് വണ്ടി മാഷാല്ലാ വണ്ടി ഓടിച്ച് ഞങ്ങളെയൊക്കെ കൂട്ടാനും ഇവിടെയൊക്കെ വരും കേട്ടോ. കൽപ്പറ്റയിലൊക്കെ വരും, ചുണ്ടയിലേക്കൊക്കെ ഒറ്റയ്ക്ക് വരും കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം എന്നാലും ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ, ഓളെ കൂട്ടിയിട്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ പോവാനോ എന്നുള്ളൊരു സമാധാനം കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്നൊന്ന് പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വീട്ടിൽ വണ്ടി ഇരിക്കുകയല്ലേ, പക്ഷെ എനിക്കത് കൊണ്ട് യൂസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്ര സമയം പോകാൻ നമുക്ക് വേഗം എത്താം, നമ്മളെ കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കണം. അത് തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, ഒന്നും കൂടെ റെഡിയാക്കിയിട്ടൊക്കെ എടുക്കണം ഇൻഷാല്ലാ. അങ്ങനെ ഞാനിത് ഒരു 11 മണി ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഏട്ടത്തിൻ്റെ വീട്ടിൽ ചുണ്ടയിൽ കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കും പഴംപൊരി. എനിക്ക് പഴംപൊരി. എടാ സുഗീനുണ്ടോ? സുഗീന് ചോദിച്ചോക്ക്. ഇല്ല 3 പഴംപൊരി. മീനുണ്ട് ഇവിടെ. ഇവരിവിടെ നല്ല മീൻ കിട്ടും അല്ലടി. ഇതാ ഇവിടെ നമ്മളവിടെ തന്നെ മന്തി പറഞ്ഞില്ലേ, ഇവിടെ മീനുണ്ട് പക്ഷെ കുറവാ. മഞ്ഞൾപ്പൊടി വെച്ചാ മതി, മഞ്ഞൾപ്പൊടി. സൂചി കേറുമ്പോൾ സാധനം നല്ല സ്ട്രോങ് സാധനം. ഞാൻ വീഡിയോ എടുക്കലും കാക്ക അപ്പൊ കഴിച്ചിട്ടുണ്ട്. മധുരം കറക്റ്റാ.
അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു 11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തി. അപ്പോൾ ഏട്ടത്തി മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നേ. ഇന്നലെ കുട്ടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ, ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാഴ്ച ക്ലാസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അവർക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ ക്ലാസ് പോയിട്ടുണ്ട്. പിന്നെ പൂമോളൊരു ഉച്ചയായപ്പോഴത്തേക്കും പൂമോൾ വന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതൊന്നും അല്ല കേട്ടോ. പിന്നെ ഇന്ന് ഉമ്മയും ഉപ്പയും ഇവിടെ വരുന്നുണ്ടേ. എടാ വീഡിയോ ഉണ്ട് കേട്ടോ, പൊട്ടിച്ചാട്. അതെന്താണെന്നറിയോ, ഓന് ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ തരും എന്നുള്ളൊരു ചുമയാട്ടോ ആ ചുമച്ചത്. അപ്പോൾ ഉമ്മയൊപ്പം ഇന്ന് ഏട്ടത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയപ്പം വല്ലപ്പോഴും അല്ലേ ഇവർ വരുള്ളൂ, അപ്പോൾ ഇങ്ങോട്ട് നിൽക്കാൻ വരുമ്പോൾ എല്ലാവരും വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാനേ പുറത്ത് പോയിട്ട് ചായ കുടിക്കുക, ആ ഒരു വൈബ് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ തന്നെ, അവരെ ചുണ്ട ടൗണിൽ തന്നെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നമ്മളെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കളെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു വന്നു. നോക്ക്, ആരതാ വണ്ടി? ഉബിൻ്റെ അല്ലേ വണ്ടി? അല്ല, ആരതാ? അല്ല, വാവാൻ്റെത്. വാവാൻ്റെത് ഇത് ഉബിൻ്റെത് കാറ് അല്ലേ? അല്ല, കാറ് വാവാൻ്റെതല്ല, ഉബിൻ്റെതാ. അല്ലേ തനു? ഓ, വാവാനെ വെട്ടണം. വാവാനെ വെട്ടണം. വാവാനെ വെട്ടണ്ടേ നമുക്ക്? വെട്ടിക്കോ. വാവാൻ്റെതാണ് കാറ്. എന്താ ചാവി കൊടുക്കുന്ന? ഇത് ചാവിയല്ലല്ലോ. അപ്പോൾ കുട്ടികളും വാവയൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ വന്നത്. അപ്പം നമ്മളെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ തനു ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇവർക്ക് ഗിഫ്റ്റ് എന്ത് എന്നുള്ളതല്ല കേട്ടോ, ഇങ്ങനെ പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്തുള്ളൊരു സന്തോഷം അതാണ്. മുഹമ്മദും ഓന് കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ഭയങ്കരമായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അതെന്താ ഒന്നും ഇതെന്തെന്നാന്നും ഓനക്ക് തിരിഞ്ഞിട്ടല്ല കേട്ടോ. ഇത് തനുൻ്റെ കേട്ടോ. തനു അവിടെ നിന്ന് മാറിപ്പോയതാ. ഇനി അതുണ്ട് വെക്ക്. ഇത് മുഹമ്മദ്, അത് ഹവ്വ, അത് അവൻ തന്നെ. മുഹമ്മദിന്റെ ഇതാ കൊടുക്കണം. വാങ്ങിക്കൊടുക്കാൻ മുഹമ്മദിന്റെ ബുക്ക്. ഇതൊക്കെ മുഹമ്മദ് എന്താ നോക്കി? ഇതൊക്കെ കാറ് നോക്കി. മങ്കിയുണ്ട്, മങ്കിയാണോ? ആ കുറ്റിയാണ്. പൊട്ടിപ്പോണ്ടേ? കുറ്റിയുണ്ട്.
കാറ് അല്ല ഇതില് ഇതുണ്ടോ? അവന്റെ കിട്ടിയില്ല? നമ്പർ നോക്കട്ടെ. കിട്ടിയില്ലേ? നമ്പർ നോക്കാം. മുഹമ്മദ് അത് ഹവക്ക് വേണല്ലോ. അമ്മേ അപ്പൊ കാണിക്ക്, നല്ലോണം കാണിക്ക്. അത് തിരിച്ചാലല്ലേ, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ആ ഇഷ്ടായോ? പോടാ. തരുവിന്റെ കാണിക്ക്. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? കാണിക്ക്, ശരിക്കും കാണിക്ക്. ഓക്കെ. ഇതിലൂടെ പൈസ, ഇതിലൂടെ ചില്ലറ. ആ നോട്ട് ചില്ലറ. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ആക്കുക എങ്ങനെയാ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞതിന് ശേഷം? അതിവിടെ ലോക്ക് വെക്കാം. ആ ആക്കല്ലേ. ഇതിങ്ങനെ ആവേനു. ഓക്കെ നോക്കട്ടെ. രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ മുഹമ്മദിന്? ഇഷ്ടപ്പെട്ടോ? ആ പറ, ഇങ്ങോട്ട് നോക്കേ, എന്നിട്ട് ആന്ന് പറ, ആന്ന് പറ. ബുക്ക് കിട്ടിയോ? ബുക്ക് മുഹമ്മദിന് ബുക്ക് അതാ നോക്കേ. ഡോഗ്. ക്യാറ്റ് പറയും. ആ അത് ക്യാറ്റ് പറയും. ക്യാറ്റ്. നോന്ന് പറഞ്ഞാൽ പറയണ്ടോ. മുഹമ്മദിന് വാങ്ങിയ ആ ഒരു ബുക്കില്ലേ ചെറിയ ആ മൃഗങ്ങളത്, അത് വേസ്റ്റ് ആയിട്ടോ. അതിലേക്ക് നോക്കുന്നേ ഇല്ല. ഞാൻ ഇനി മറ്റോരെ സ്റ്റിക്കി നോട്ട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവനും പ്രശ്നമാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓനും വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അത് വലിയ മൈൻഡൊന്നുമില്ല. ആ കാറ് എന്തായാലും മുതലായിട്ടുണ്ടാവും. ഓരോ അതുകൊണ്ട് മാക്സിമം അതും മുതലാക്കും, കളിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഏട്ടത്തി നല്ല അടിപൊളി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നുപോലെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.